ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1569. ഇന്ന് ഏപ്രിൽ മാസം 17-ാം തീയതി 108-ാമത്തെ ദിവസത്തിലെത്തി. ലോകത്തില് ഇന്നോളം എത്രയോ വലിയ മഹത്തുക്കളെ, മഹാന്മാരെ കബറടക്കിയിട്ടുണ്ട്. അവരുടെ കല്ലറകളിൽ അവരെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നുമുണ്ട്. അവിടെ അവരുടെ ശിഷ്യന്മാർ പ്രണാമം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ കല്ലറ മാത്രം ശൂന്യമായി നിലകൊള്ളുകയാണ്. അതാണ് ഉയർപ്പ് പെരുന്നാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ശ്രേഷ്ഠതയും അത്ഭുതവുമൊക്കെ. ഈസ്റ്റർ എന്താണ്? വീണ്ടും ദൈവിക ആകാരം തിരികെ ലഭിച്ചതിന്റെ അനുസ്മരണ ദിനമാണ്. ഒരാണ്ടുകൂടി ഈസ്റ്ററിലൂടെ കടന്നുപോകാൻ ഭാഗ്യം കിട്ടിയവർ തുടർന്നും ആ ഒരു ക്രിസ്തു അനുഭവത്തില് സജീവമായി നിലനിൽക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ, പാടുപെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സ്വകാര്യ അന്വേഷണം. എന്തായാലും കല്ലറയില് അവനില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവൻ എല്ലായിടത്തും ഉണ്ടെന്നാണ്. മനുഷ്യജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ, അനുഭവങ്ങളിൽ താങ്ങായി നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ആശ്വാസത്തിന്റെ സാമീപ്യമായി യേശു ഒപ്പമുണ്ട്. അതുകൊണ്ടാണ്, അതിനുവേണ്ടിയാണ് അവൻ കല്ലറ പിളർന്ന് ഉദ്ധിതനായത്. ലോകം കണ്ട എല്ലാ ഗുരുക്കളും ഗുരുക്കന്മാരും അവർ ഉരുവിട്ട സദ്വചനങ്ങളിലൂടെ മാത്രം കാലത്തിന് അതീതരായി നിൽക്കുമ്പോൾ യേശു ആർക്കും എവിടെയും എപ്പോഴും അനുഭവിപ്പാവുന്ന ഒരു സാന്നിധ്യമായി പരിണമിക്കുന്നുണ്ട്. അതാണ് ഉദ്ധാനം തരുന്ന സദ്വാർത്ത. അതുകൊണ്ടാണ് ഉദ്ധാന തിരുനാൾ പെരുന്നാളുകളുടെ പെരുന്നാളുകളായി മാറുന്നത്. പാപത്തിനുമേലും മരണത്തിനുമേലും സകലവിധ ഇരുൾ വീണ അനുഭവങ്ങളുടെ മേലും ദൈവം മനുഷ്യനെ വീണ്ടും നിലനിർത്തുന്നു എന്നുള്ളതാണ്, തിരികെ ചേർക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കല്ലറകൾക്കിനിമേൽ സത്യത്തെ മൂടിവെക്കാനാവില്ല. കുരിശുകൾക്കിനിമേൽ നീതിമാനെ ആണികോർത്ത് ഇല്ലായ്മ ചെയ്യാനും പറ്റത്തില്ല. മുൾക്കിരീടങ്ങളൊന്നും ശാശ്വതമല്ല എന്നും ഈസ്റ്റർ പറയുന്നുണ്ട്. ത്യാഗപൂർവമേൽക്കുന്ന മുറിവുകളൊക്കെ പതിയെ തിരുമുറിവുകളായി പരിണമിക്കുമെന്നും ആകാശം പിളർക്കുന്ന നിലവിളികളൊക്കെ 3-ാം നാൾ ഉത്തരം കണ്ടെത്തുമെന്നും തിന്മയുടെ അട്ടഹാസങ്ങളൊക്കെ 3-ാം നാൾ മുഴങ്ങുന്ന വിജയത്തിന്റെ സ്വരത്തിന് മുമ്പില് നിഷ്പ്രഭമാവുന്നു. ആരെയും ഭയപ്പെടേണ്ട എന്നും നല്ലൊരു സമാധാനം നമ്മുടെ ഉള്ളിൽ വന്നു നിറയുമെന്നും ശരിക്കും ഈസ്റ്റർ പെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. അതെ, ആ ക്രിസ്തുയേശുവിനെ നമുക്ക് നമ്മുടെ ബാക്കി ജീവിതത്തിൽ കാര്യമായി ജാഗ്രതയിൽ നിലനിർത്താം. ആമേൻ.